ഇറാൻ അമേരിക്ക ഉടമ്പടിയിലേക്ക് എത്തുന്ന യുദ്ധത്തിൽ മനഃശാസ്ത്ര വിദഗ്ധരെ ഫലപ്രദമായി ഇറാൻ ഉപയോഗിച്ചു എന്ന വാർത്ത ചെറുതല്ലാത്ത രീതിയിൽ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ചില അൺനോൺ ഇറാനിയൻ സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഉത്ഭവിച്ചത്. എപ്പോഴും ചർച്ചകൾ നെഗോസിയേഷൻ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നെഗോസിയേഷൻ സ്കില്ലെന്ന് പറയുന്നത് ഒരു ടേബിളിൻ്റെ ഇരുവശത്തും ഇരിക്കുന്ന ആളുകളുടെ മനഃശാസ്ത്രപരമായ മേധാവിത്വത്തിലാണ്. മനഃശാസ്ത്രപരമായ മേധാവിത്വം ഏതൊരു മധ്യസ്ഥതയ്ക്കും പ്രധാനപ്പെട്ടതാണ്. അറിവൊരായുധമാണെങ്കിലും ആ അറിവ് ഫലപ്രദമായി എതിരാളികൾ പതറുന്ന വേളയിൽ വളരെ കൃത്യമായി ഉപയോഗിക്കാനും തങ്ങളുടെ ക്ലെയിം പോയിൻറ്റ്സ് സ്ട്രോങ് ആയി നിലനിർത്താനും മറ്റ് ചില സ്ഥലത്തു നിന്ന് കിട്ടുന്ന ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് പലതും പിടിച്ചു വാങ്ങാനും ഇത്തരമൊരു മനഃശാസ്ത്രപരമായ നിലപാടിന് കഴിയും എന്ന് തെളിയിക്കുന്നതായിരുന്നത്രേ ഈ ഇറാനുമായുണ്ടായ ചർച്ച. ഈ ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്നായിരുന്നു അബ്ബാസ് അരാച്ചി. അദ്ദേഹം ഫോറിൻ മിനിസ്റ്ററാണ്. കെൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ തോട്ടിൽ PhD നേടിയ ബിരുദധാരിയാണ്. അദ്ദേഹത്തിൻ്റെ തീസിസ് ഇസ്ലാമിക് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെമോക്രസി എന്നതാണ്. എന്ന് മാത്രമല്ല, ഒബാമയുടെ കാലത്തുണ്ടാക്കിയ കരാറിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നെഗോഷിയേറ്ററും കൂടിയാണ് അബ്ബാസ് അരാച്ചി. രണ്ടാമത്തെ ആൾ മാജിദ് തഖ്ത് റാവഞ്ചി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററാണ്. അദ്ദേഹവും നേരത്തെ ഈ പറഞ്ഞ മേഖലയിൽ വളരെ കരുത്തോടെ പ്രവർത്തിച്ച നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. മറ്റൊരാൾ ജാവദ് ഷെരീഫാണ്. അദ്ദേഹവും സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഡിഗ്രി നേടിയ വളരെ ഫ്ലുവൻ്റായ വളരെ കരുത്തുള്ള നെഗോഷിയേറ്റേഴ്സാണ്. ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പറയപ്പെടുന്നത്, ഇവർ വളരെ ഇൻ്റർനാഷണലായിട്ടുള്ള പല സൈക്കോളജിസ്റ്റുമായും കൺസൾട്ട് ചെയ്ത് ഒരു നെഗോസിയേഷൻ ടേബിളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി മാനേജ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏപ്രിൽ 2025 മുതൽ തന്നെ അവരിത്തരമൊരു പ്രക്രിയയ്ക്ക് വിധേയമായെന്നും ആ പ്രക്രിയയിലൂടെയാണ് അവരിങ്ങനെ ഒരു കരുത്ത് നേടിയതെന്നും ജെർമി സ്കിൽ എന്ന് പറയുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ യുദ്ധ വിശകലന വിദഗ്ധനായ ആളാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു സൈക്കോപ്പത്തിക് ബിഹേവിയർ പാറ്റേണുള്ള മനുഷ്യരിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ട്രംപിൻ്റെ റിയാക്ഷനുകളോട് പ്രതികരിക്കേണ്ട രീതി, അങ്ങനെ ഏത് രീതിയിൽ പ്രതികരിച്ചാലാണ് അദ്ദേഹം മാനസികമായി പരാജയപ്പെടുന്നത്, എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് വിൻ നേടാൻ കഴിയുന്നത്, അത്തരമൊരു ടാർഗറ്റഡ് അഡ്വൈസറി അഡീഷൻ എന്നാണ് അതിന് പ്രയോഗിച്ച വാക്ക്. സ്പെസിഫിക്കായ ഒരു പർപ്പസിന്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപിനെ പോലെ ഒരാളിനെ ഡീൽ ചെയ്യുന്നതിന് അയാളുടെ മനഃശാസ്ത്രം പഠിക്കണമെന്ന്. ഈ യുദ്ധകാലയളവിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കിയ ആളുകൾക്ക് ഇപ്പോൾ ഒരുമാതിരി പിടികിട്ടിയിട്ടുണ്ടാവും എന്ത് മനഃശാസ്ത്രമാണ് ട്രംപിൻ്റേതെന്ന്. എന്ന് പറഞ്ഞാൽ അടിക്കും എന്ന് പറയുന്ന ദിവസം അടിക്കില്ല, പരിഹരിക്കും. പരിഹരിക്കും എന്ന് പറയുന്ന ദിവസം അടിക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇത്തരമൊരു എന്താ പറയുന്നത്, ആ ഡിസിഷൻ വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലക്ച്വേഷൻ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും അതിലെന്ത് ടാർഗറ്റാണ് സ്വീകരിക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിൽ നെഗോസിയേഷൻ ടേബിളിനെ സമീപിക്കേണ്ടതെന്നും ഉള്ളതിന് സൈക്കോളജിസ്റ്റുകളുടെ സഹായം നേടിയെന്നും അത്തരമൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ് വളരെ സ്മൂത്തായി അമേരിക്കയുമായുള്ള നെഗോസിയേഷനിൽ വിജയിക്കാൻ കാരണമായത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൺനോൺ സോഴ്സസാണ് പറയുന്നതെങ്കിലും അതൊരു മാധ്യമങ്ങളും തള്ളിക്കളയുന്നില്ല. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച നടത്തുന്നുണ്ട്. ഇത് കേവലം രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല, വ്യക്തികൾക്കിടയിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതിന് ഒരു സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ എടുക്കുന്നത് ഏറ്റവും അത്യാവശ്യകാര്യമായ കാര്യമാണ്. ഇറാൻ എന്തോ പഴഞ്ചൻ രാജ്യമാണ്, പ്രാകൃതമാണ്, 6-ാം നൂറ്റാണ്ടാണെന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും അത്യന്താധുനികമായ മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചത്. ഒരു കാര്യം കൂടിയുണ്ട്, ആ ലാരിഞ്ചാനി എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട ആ വലിയ മനുഷ്യനായിരുന്നു ഇത്തരമൊരാശയത്തിന് പിന്നിൽ എന്നുകൂടി ആ വാർത്ത പറഞ്ഞു വെക്കുന്നുണ്ട്.